വണ്ടി ഫോർഡ് ഫിയസ്റ്റ ആണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചെക്കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഹെവി നോയ്സ് എഞ്ചിൻ റൂമിൽ നിന്ന് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ചെക്ക് ചെയ്തപ്പോൾ ഓൾട്ടർനേറ്റർ പുള്ളിയിൽ നിന്നാണ് ഹെവി നോയ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്നുവെച്ചാൽ ഓൾട്ടർനേറ്റർ പുള്ളിയുടെ അവിടെ നിന്ന് നല്ലവണ്ണം ആ ഒരു മെറ്റലിൻ്റെ ഒരു എന്താ പറയുക തുരുമ്പ് പിടിച്ചതിൻ്റെ ഒരു കളറും അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ബെയറിംഗ് കംപ്ലീറ്റ് പോയിട്ടായിരിക്കും അത് സൗണ്ട് വരുന്നത്. അത് മാത്രമല്ല പുള്ളിയുടെ വീക്ക് ഉണ്ടെങ്കിലും ആ സെയിം സൗണ്ട് തന്നെ ഇതിനകത്ത്. ഒന്ന് റൈസ് ചെയ്യും സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും ഹെവി നോയ്സാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ഒന്ന് അഴിച്ചിട്ട് നോക്കാം എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. അവിടെ ഇനി അഴിച്ചിട്ട് ബെൽറ്റ് അഴിച്ചിട്ട് ഓൾട്ടർനേറ്ററിന് ബാക്കിയുള്ള കാര്യങ്ങളും ടെൻഷനൊക്കെ നമുക്ക് ഒന്നുകൂടെ ഇതിനകത്ത് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഓൾട്ടർനേറ്റർ പുള്ളി നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയതാണ്. ഇത് സെൻറ്റർ ബെയറിംഗ് ശരിക്കും നല്ലോണം ഷെയ്ക്ക് ആയിരുന്നു. അതിൽ ഇത്രത്തോളം ഷെയ്ക്ക് ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് പുതിയ പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഇതിനൊരു സ്പെഷ്യൽ ടൂൾ ഉണ്ട് ഇത് അഴിക്കാനായിട്ട്. അത് വെച്ചുകൊണ്ട് ഗണ്ണ് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് പുറത്ത് വരും. നമ്മൾ ഈ നോവലൊക്കെ അടിച്ച മാതിരി തന്നെ. അതുപോലെ തിരിച്ച് കയറ്റുമ്പോഴും അത് വെച്ചുകൊണ്ടൊരു അത്യാവശ്യം ഇത്തിരി ടൈറ്റ് ചെയ്തുകൊണ്ടൊരു അടി അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിക്കകത്ത് കയറ്റാം. പിന്നെ ഓൾട്ടർനേറ്റർ പുള്ളി എല്ലാ വണ്ടിക്കും ഏകദേശം സെയിം വർക്കിംഗ് തന്നെ ആയിരിക്കും. വൺ സൈഡ് തിരിയും, വൺ സൈഡ് ലോക്കായി നിൽക്കും. അത് എല്ലാ വണ്ടിക്കും കോമൺ ആയിട്ട് അങ്ങനെ തന്നെ വരുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇത് വണ്ടിക്കകത്ത് ഇനി കയറ്റാം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡും നല്ല ഷേക്ക് ഉണ്ട്. അപ്പോൾ അതും മാറ്റണം നമുക്ക്. അപ്പോൾ ബ്രേക്ക് പാഡ് ഞാനിപ്പോൾ TVSൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ബ്രേക്ക് പാഡ് അത് ഏകദേശം റേറ്റ് 1837 രൂപ MRP വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിപ്പോൾ ബ്രേക്ക് പാഡ് നമുക്ക് ഇത്രത്തോളം തേഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-200 കിലോമീറ്ററൊക്കെ ഓടുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ നമുക്ക് ഒരിക്കലും കൊടുക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ ഇത് 10-200 കിലോമീറ്ററിന് ഇനിയിപ്പോൾ 500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാഡിൻ്റെ മെറ്റൽ കണ്ടൻറ്റ് വന്നിട്ട് ഈ ഡിസ്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഡിസ്ക് കൂടെ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പോളിഷ് ചെയ്യാനൊന്നുമില്ല, പക്കയായിട്ട് തന്നെ ഇരിക്കുന്ന, വലിയ സ്കോറിംഗ് ഒന്നുമില്ല. എങ്കിലും ഇതിന് ഒരു മിനിമം തിക്നെസ് ഉണ്ട്. അതിൽ കുറവ് നമുക്ക് സ്കിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ പ്രാവശ്യം സ്കിം ചെയ്യുമ്പോഴും ഒരു 3 പ്രാവശ്യമൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ്സിന് വ്യത്യാസം വരും. ആ വ്യത്യാസം വരുമ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ വൈബ്രേഷൻ വരാനും ഹീറ്റ് ആവാനും കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന TVSൻ്റെ പാഡാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. കണ്ട് ഇത് എത്രത്തോളം ഈ കട്ട ഉണ്ടെന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസർ ലിങ്ക് റോഡും മാറ്റാനുണ്ട്, അതും കൂടെ ഇതിനകത്ത് മാറ്റാം. അപ്പോൾ ഫിയസ്റ്റയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ബാറ്ററി വോൾട്ട് നമ്മളെപ്പോഴും ഓൾട്ടർനേറ്റർ പുള്ളി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി വോൾട്ട് കറക്റ്റ് പോയിന്റിൽ കയറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കണം. ഇതിലിപ്പോൾ കറക്റ്റായിട്ട് ചാർജ് കയറുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 13.9 ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്താണ്. പിന്നെ ആ സൗണ്ടും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒന്ന് റൈസ് ചെയ്യ്. ഇവിടെ ഒന്ന് റൈസ് ചെയ്ത് പിടിക്കും. ഇപ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി സ്മൂത്താണ്. മതി. ആ നേരത്തെ ഉണ്ടായിരുന്ന ആ കലകല സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. അത് ഓൾട്ടർനേറ്റർ പുള്ളി പോയത് തന്നെയായിരുന്നു. വേറുള്ള ബെയറിങ്ങൾ ഒരു ഐഡ്ലറും ഒരു ടെൻഷനറും വരുന്നുണ്ട് ഇതിനകത്ത്. അതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പുള്ളി മെയിനായിട്ട് ഈ ഓൾട്ടർനേറ്റർ പുള്ളി പോയതിൻ്റെ ആ സൗണ്ട് തന്നെയാണ് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ വർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സസ്പെൻഷനിൽ നമ്മൾ ലിങ്ക് റോഡും അതുപോലെ ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ആ ഫ്രണ്ടിലെ സൗണ്ട് കൂടെ കംപ്ലീറ്റും അറസ്റ്റ് ആയെന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ടിലുള്ള സൗണ്ടുകൾ കംപ്ലീറ്റും മാറിയിട്ടുണ്ട്. ആ ലിങ്ക് റോഡിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ ആയിരുന്നു. റൈറ്റ് സൈഡിലെ ലിങ്ക് റോഡ് ചെറിയൊരു വീക്കും ലെഫ്റ്റ് സൈഡിലെ കംപ്ലീറ്റും പോയിട്ടും ആയിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റുമ്പോൾ രണ്ടും സെറ്റോട് കൂടി തന്നെ മാറ്റി വിട്ടിട്ടുണ്ട് അത്. അപ്പോൾ കംപ്ലീറ്റ്ലും ആ സൗണ്ട് കംപ്ലീറ്റ്ലി അറസ്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡുകളിൽ പോകുമ്പോഴും അതുപോലെ ചരിയുമ്പോഴൊക്കെ കട്ടന്നൊരു മെറ്റലിൻ്റെ അടിയുടെ സൗണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പക്ക സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക നോർമലാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൽ ഇനിയിപ്പോൾ അടുത്ത ഒരു നോസിലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഇപ്പോൾ എനിക്ക് ഓടിച്ചതിൽ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ചേഞ്ചൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് കടന്ന് സൗണ്ടൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. സൗണ്ട് വന്നു തുടങ്ങുന്നത് മാത്രമല്ല ഇടയ്ക്കൊരു വിട്ടുപിടുത്തവും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ, നമ്മളൊക്കെ ഗിയർ നമ്മൾ ക്ലച്ച് വിട്ടെടുക്കുമ്പോൾ ഒരു മിസ്സിങ് വന്നിട്ടാണ് വണ്ടി നീങ്ങുന്ന പോലെയാണ് ഫീൽ ആകുന്നത്. ഇപ്പോൾ ഈ മെയിനായിട്ട് ഈ വോൾസോ ആൻഡ് പോളോ ഇതുപോലെ ഫിയസ്റ്റ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് നോസിലാണ് മെയിനായിട്ട് പ്രശ്നം വരാറ്. നോസിൽ കംപ്ലൈൻറ്റ് വരാറുണ്ട്, സ്ഥിരം വരുന്നത് തന്നെയാണ്. നമ്മളത് ചില വണ്ടികൾ സർവീസ് ചെയ്താൽ റെഡിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട്
മാറ്റി തന്നെ വേണം, നോസിൽ മാറ്റി തന്നെ വേണം. വോൾസ്വാഗൻ്റെ പോളോൻ്റെ ഒക്കെ നല്ല റേറ്റാണ്. ഇപ്പോൾ ഫിയസ്റ്റയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 11,800 12,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു നോസിലിന്. ഒരു നോസിൽ ചെയ്യണം, 4 നോസിൽ മാറണമെന്നെങ്കിൽ തന്നെ ലേബറും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 10-50 രൂപ റേഞ്ചിൽ, 50 രൂപ എന്തായാലും ആവും. മനസ്സിലായില്ലേ? 50 രൂപ ഒരു റേഞ്ചിൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അതിന്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു പണി ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പണിയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വരാനുള്ളത്. നോസിലിൻ്റെ ഒരു പണി വരാനുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 170 ആയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ഇത് ഒരു 20,000 കിലോമീറ്റർ മുന്നേ നോസിലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതുമാണ്. പക്ഷേ അത് ക്ലിയർ ആയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇനി ക്ലീൻ ചെയ്യൽ നടക്കില്ല അതിനകത്ത്, ഇനിയിപ്പോൾ മാറ്റിയേ പറ്റുള്ളൂ. ഒറിജിനൽ കിട്ടാനുണ്ട്, സുലഭമായി കിട്ടാനുണ്ട്, നോസിൽ ഒരുപാട് കിട്ടാനുണ്ട്. റെഡിയിൽ തന്നെ സാധനമുണ്ട്. ഏകദേശം 12,000 രൂപ ആ റേഞ്ച് വരുന്നുണ്ട് മാറ്റാനായിട്ട്. ഇനിയിപ്പോൾ നോക്കിയിടും കൊണ്ട് ആ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ, നോസിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ബാറ്ററി വയർ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫിയസ്റ്റ വെൻഡോ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ സ്റ്റീരിയോയുടെ കോഡ് കംപ്ലീറ്റ് ആയിട്ട് പോകും, സ്റ്റീരിയോ വർക്കാവില്ല. അത് സ്റ്റീരിയോ കോഡ് ചെയ്യാനായിട്ട് ഇതിലൊരു കോഡുണ്ട്. ഇതിപ്പോൾ ഇതിലിവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, 2,500 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഇവിടെ ഒരു വൈറ്റ് കളർ സ്റ്റിക്കർ ഉണ്ടാവും, ആ സ്റ്റിക്കറിനകത്തൊരു നമ്പർ വരും, ആ നമ്പറാണ് ഇതിലടിക്കേണ്ടത്. അത് ചിലപ്പോൾ 12 നമ്പർ ആയിരിക്കും. ആ 12 നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കാണുന്ന 4 നമ്പർ അടിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ 4 നമ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അടിക്കാനായിട്ട് 2,500 അടിക്കാനായിട്ട് 2 അടിക്കാമെങ്കിൽ 1-ൽ 3 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ആവും. പിന്നെ 5, അത് രണ്ടാമത്തെ നമ്പറിൽ ഇങ്ങനെ അടിക്കുക, 5 അടിക്കുക. പിന്നെ 0, പിന്നെയും 0, എന്നിട്ട് 5 അല്ലെങ്കിൽ 6 അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇതിൽ 5ആണ്. ചില വണ്ടികളിൽ 6 അടിച്ചാലാണ് ഓക്കെ ആവുക, 5 അടിച്ചാൽ ക്ലിയർ ആവില്ല, സ്റ്റീരിയോ വർക്ക് ആവില്ല. 6 അടിച്ചാലേ ഓക്കെ ആവുള്ളൂ. ഇതിലിപ്പോൾ 5 അടിച്ചാൽ അത് ഓക്കെ ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ കീ കോഡിങ്ങിൻ്റെ. ഇത് എല്ലാ ഫിയസ്റ്റയും മറ്റേ പോളോ അങ്ങനെയുള്ള വണ്ടികൾക്ക് നെഗറ്റീവ് വയർ പിടിച്ച ഉടനെ കീ സ്റ്റീരിയോ കംപ്ലീറ്റ് ലോക്കാവും. ലോക്കായി കഴിഞ്ഞ് ഇങ്ങനെ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റീരിയോ ഓൺ ആയിക്കോളും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇനി ABS വാണിംഗ് ലൈറ്റ് റിയർ ലെഫ്റ്റ് സൈഡിലെ ABS സെൻസർ പോയതാണ്, അത് കിട്ടാനില്ല സാധനം. അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്യാതെ വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ABS സെൻസർ കൂടെ അത് മാറണം, അത് ഓർഡർ ചെയ്തിട്ടുള്ളൂ. 15-20 ദിവസം ആവും അത് എത്താനായിട്ട്. അതുകൊണ്ടാണ് ആ വാണിംഗ് ലൈറ്റ് കത്തുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.